ഇപ്പോ ആളുകൾക്ക് വേണമെങ്കിൽ പറയാം, ഒരു കാലത്ത് ബാബരി മസ്ജിദ് ഇരിക്കുന്ന ഭൂമി ഒരിക്കലും മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല, അത് വഖഫ് ഭൂമിയാണ്, അത് പവിത്രമാണ് എന്ന് പ്രസംഗിച്ച ആളുകൾ അവർക്ക് എന്തൊക്കെയോ കിട്ടിയപ്പോൾ അല്ലെങ്കിൽ എന്തൊക്കെയോ കിട്ടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ തിരുത്തി പ്രസംഗിക്കുന്നു. നെറ്റിത്തടത്തിൽ നിസ്കാരത്തഴമ്പ് കാണാം, തലയിൽ കെട്ട് കാണാം, ബിരുദം കാണാം. പക്ഷെ ഇതൊന്നും തടസ്സമാകുന്നതിന് കാരണമല്ലല്ലോ. അവരിപ്പോ പറയുന്നത് എന്താണ്? ബാബരി മസ്ജിദ് അങ്ങ് മറന്നൂടെ, അറബികളൊക്കെ ഈത്തപ്പഴം പറക്കി നടന്നവരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ സങ്കടം തോന്നിപ്പോവാണ്. ഞാൻ എല്ലാവരുടെയും ശത്രുവാൻ, എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഞാൻ പറയുന്നു, ആത്മാർത്ഥമായി, നിഷ്കളങ്കമായി, നിസ്വാർത്ഥമായി നമുക്കൊരു അഭിപ്രായം പറയാം. നിലപാട് വേണം, നിലപാട്. ഒരിക്കൽ ചക്കാന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് മാങ്ങാന്ന് പറയരുത്, ഒരിക്കൽ മാങ്ങാന്ന് പറഞ്ഞിട്ട് പിറ്റേന്നത് തേങ്ങാന്ന് പറയരുത്. അത് തേങ്ങ തന്നെ, അത് മാങ്ങ തന്നെ. നിലപാട് വേണം. എന്റെ പ്രിയപ്പെട്ടവരെ സങ്കടം തോന്നിപ്പോവാണ്. ഞാൻ ഏതെങ്കിലും ഇസങ്ങളെയോ ഏതെങ്കിലും സംഘടനകളെയോ ഞാൻ ആക്ഷേപിക്കുന്നതല്ല. ഞാൻ പറയുന്നത് ബാബരി മസ്ജിദ് ഒരു വിശ്വാസിയുടെ കീർത്തനങ്ങളിൽ ബാബരി മസ്ജിദ് എന്നും ബാബരി മസ്ജിദ് തന്നെയാണ്. ഇവിടെ ഓരോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളാ പൊളിച്ചത്, ഞങ്ങൾ ഉണർന്നപ്പോ അത് പൊളിഞ്ഞു വീണു എന്ന് പറഞ്ഞു. ഞങ്ങൾ പറയാണ്, ഞങ്ങൾ ഉണർന്നപ്പോൾ ഇവിടെ കലാപം ഉണ്ടായില്ല. ഇപ്പൊ സുപ്രീം കോടതിയുടെ വിധി വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ. വാൽമീകി മഹർഷി രാമനെ ദൈവത്തിന്റെ അവതാരമായി എഴുതുമ്പോൾ ആ വാൽമീകി മഹർഷി പറഞ്ഞില്ല രാമൻ ജനിച്ചത് ഈ ബാബരി മസ്ജിദ് എന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അയോധ്യയിലെ ദശരഥ രാജാവിന്റെ കൊട്ടാരത്തിലാണ് ഈ പറയുന്ന രാമൻ ജനിച്ചു എന്നാണ് വാൽമീകി മഹർഷി എഴുതിയത്. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, രാമചരിതമാനസത്തിലൂടെ രാമനെ ജനകീയമാക്കിയ കവി തുളസീദാസ് പറഞ്ഞില്ല ബാബരി മസ്ജിദ് എന്ന സ്ഥലത്താണ് ഇന്നിപ്പോ രാമൻ ജനിച്ചതെന്ന് പറഞ്ഞില്ല. അതിനുശേഷം ബാബരി മസ്ജിദ് 1528 തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ബാബരി മസ്ജിദ് നിർമ്മിക്കപ്പെടുമ്പോൾ അന്നുള്ള ആളും പറഞ്ഞില്ല ഇത് രാമന്റെ ജന്മസ്ഥലമാണ് എന്ന് പറഞ്ഞില്ല. എന്തിനേറെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഒരുപാട് മഹത്തുക്കളായി നാം കാണുന്ന ഏതെങ്കിലും ഹിന്ദു സന്യാസിമാരോ പൂജാരിമാരോ പറഞ്ഞില്ല ബാബരി മസ്ജിദ് നിൽക്കുന്നത് രാമജന്മഭൂമിയിലാണ് എന്ന്. പിന്നെ ഇതാരാ പറഞ്ഞത്? ഇന്ന് തിരിച്ചറിയാതെ പോയൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഈ വിത്ത് ഇവിടെ പാകിയത് ബ്രിട്ടീഷുകാരാണ്. ഇവിടെ വിത്ത് പാകിയിട്ട് മുസ്ലിമിനും ഹിന്ദുവും ഐക്യപ്പെട്ട് കഴിയുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാത്ത വെള്ളക്കാരനാണ് ഇവിടെ ആ വിത്ത് പാകിയിട്ട് പോയത്. അതിന് എല്ലാ പിൻബലവും നൽകി അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയത് ആലപ്പുഴ ജില്ലക്കാരനായ കെ നായർ എന്ന് പറയുന്നയാള്. എന്താണ് കെ നായർ? നമ്മൾ മനസ്സിലാക്കണം, ഇവിടത്തെ നമ്മളെക്കാളും വേദന ഹിന്ദുക്കൾക്കാ സഹോദരങ്ങളെ. നമ്മളെക്കാളും വേദന ഹിന്ദുക്കൾ പറയാൻ പാവപ്പെട്ട മുസ്ലിങ്ങൾ ഇത്രയും ഉണ്ടോ? ഏതെങ്കിലും ഒരു പള്ളിമുറ്റത്ത്, ഏതെങ്കിലും ഒരു അമ്പലമുറ്റത്ത്, ഏതെങ്കിലും ഒരു ഹർത്താലിൽ പെട്ടിക്കടയിലെ നാരങ്ങ മുട്ടാഴ്ച വെട്ടി പൊട്ടിച്ചോ ഇവിടുത്തെ മുസ്ലിമീങ്ങൾ ബാബരി മസ്ജിദിന്റെ വിധിക്ക്? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തൊരു വിധിയാണ് പറഞ്ഞത്. എല്ലാം നിങ്ങൾക്കാണ്, അത് ചെയ്തവർ തെറ്റാണ്. ബാബരി മസ്ജിദ് പൊളിച്ചവർക്കെതിരെ ക്രിമിനൽ കേസ്, ബാബരി മസ്ജിദ് പൊളിച്ചത് മോശമായി പോയി എന്നൊക്കെ പറഞ്ഞ് അത് തെറ്റാണ്, നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാര്, ജിയോളജി വകുപ്പ് എല്ലാവരും ഏതെങ്കിലും കഴിവില്ലാത്തത് കൊണ്ടാണോ? നന്നായിട്ട് 1-ാം തരം ബീഫും മട്ടനും കഴിക്കുന്ന മുസ്ലിമിനും മരിച്ചാലും പിഴച്ചാലും സ്വർഗമുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നവന് ഇവിടെ കലാപം ഉണ്ടാക്കാറുണ്ട്. AP സമസ്തയുണ്ട്, EK സമസ്തയുണ്ട്, ദക്ഷിണയുണ്ട്, സംസ്ഥാനമുണ്ട്. എന്നാ പിന്നെ അതല്ലാത്ത മുജാഹിദ് പ്രസ്ഥാനങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, അതുപോലെ തന്നെ തബ്ലീഗ് പ്രസ്ഥാനമുണ്ട്. കേരളത്തിൽ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. ഈ പ്രസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ഓഫീസിനകത്ത് ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു പ്രസിഡന്റോ സെക്രട്ടറിയോ തങ്ങളുടെ അനുയായികളെ കൊണ്ട് നിങ്ങൾ കലാപം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ജനാധിപത്യ രീതിയിൽ മതേതര രാജ്യത്ത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് വേണമെന്ന് പറയാൻ ഇപ്പോഴും ആളുകൾ സങ്കടത്തോടുകൂടി സ്വന്തം കീശയിലെ കാശ് മുടക്കിയിട്ട് വെള്ളവും ഭക്ഷണവും കഴിക്കാതെ ഉറങ്ങാതെ ഡൽഹിയിൽ കയറി ഇറങ്ങി നടക്കുകയാണ്. ബാബരി മസ്ജിദ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ജനാധിപത്യ രീതിയിൽ. അപ്പോഴാണ് പറയുന്നത് സമരം ചെയ്തെങ്കിലും കുഴപ്പമില്ല, ഇരുന്ന് പൊട്ടിക്കറിഞ്ഞ് ദുആ ചെയ്തവരൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാൻ. ആലോചിച്ച് നോക്കിയേ, ദുആ ചെയ്യുന്നവരൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാൻ. കൊണ്ടുപോയിക്കോട്ടെ സഹോദരങ്ങളെ. ഇപ്പോ ഒരു കണക്കിന് കൊണ്ടുപോയാൽ നല്ല ഭക്ഷണം കിട്ടും. ഇപ്പൊ ഇവിടെ വ്യഭിചാരം നടത്തുന്നവനെ ട്രെയിനിൽ നിർത്തി തള്ളിയെടുത്ത് കൊല്ലുന്നവനെയൊക്കെ സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ,
പുറത്ത് നിൽക്കുന്നവർക്കൊക്കെ നല്ല ഭക്ഷണം, നല്ല ആശുപത്രി പോകുമ്പോൾ ഭക്ഷണം ഇല്ല, ട്രെയിനിനകത്ത് നല്ല ഭക്ഷണം ഇല്ല, യാത്രക്കാർക്ക് നല്ല ഭക്ഷണം ഇല്ല, നാട്ടുകാർക്ക് ഒരു ഭക്ഷണം ഇല്ല. ഇവിടെ 10 വ്യഭിചാരം നടത്തിയിട്ട് 11ാമത് വ്യഭിചാരം നടത്തിയിട്ട് ബലാത്സംഗം ചെയ്തിട്ട് ആ പെണ്ണിനെ കുത്തിക്കൊന്ന അവന് നല്ല മട്ടനും ചിക്കനും നല്ല ഭക്ഷണവും. ജയിലിൽ പോകുമ്പോൾ ഈർക്കിലിണക്ക് പോകും, തിരിച്ചു വരുമ്പോഴും നല്ല ആചാനബാഹുവായിട്ട് വരുന്നു. ആചാനബാഹുവായിട്ട് അകത്തു പോയി തിരിച്ച് മെലിഞ്ഞു വന്ന ഒരേ ഒരാളെ ഇന്ത്യയുടെ ചരിത്രത്തിലുള്ളൂ, അത് അബ്ദുൽ നാസർ മഅദനി ഉസ്താദാ. ബാക്കിയുള്ള കാരണം അദ്ദേഹം നിരപരാധിയാണ്. ഇവിടുത്തെ അപരാധികളൊക്കെ മെലിഞ്ഞു പോകും, തടിച്ചു കൊഴുത്തു വരുന്നു. നിരപരാധിയായ ഉസ്താദ് തടിച്ചു കൊഴുത്തു പോയി മെലിഞ്ഞുടങ്ങി തിരിച്ചു വന്നു. ഒന്ന് ചിന്തിച്ചു നോക്ക് എൻ്റെ സഹോദരങ്ങളെ. ഇപ്പോഴും ഞാൻ പറയാണ്, ബാബരി മസ്ജിദ് നിന്നിടം ഒരിക്കലും രാമജന്മഭൂമിയല്ല. ഒരു സംഹിതകളിലും അങ്ങനെയില്ല. അത് നമുക്ക് തിരിച്ച് കിട്ടിയേ മതിയാവൂ. അത് തന്നേ പറ്റൂ. ജനാധിപത്യ രീതിയിൽ നമ്മൾ സമരം ചെയ്ത് പ്രാർത്ഥിച്ച് നിങ്ങളോട് കടപ്പെട്ട് യാചിച്ച് ഞങ്ങൾ ചോദിക്കുന്നു, ആ പള്ളി നമുക്ക് വേണം. അതിന്റെ അപ്പുറത്ത് 5 ഏക്കർ കിട്ടിയാൽ, ഇപ്പൊ ഭൂമി ഇല്ലാത്തവരല്ലല്ലോ മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ, അങ്ങനെയൊക്കെ 5 ഏക്കർ നമ്മൾ എന്നാ മതിയളയാ എന്ന് പറഞ്ഞിട്ട് പോയി ചില ആളുകൾ പ്രസംഗിക്കുന്നത് പോലെ അതൊക്കെ അങ്ങ് വിട്ടുകൊടുക്കും. പോട്ടെ, നമുക്കിവിടെ വരും. ഇവിടെ 5 ഏക്കർ കിട്ടിയല്ല, 1 ഏക്കറിൽ എത്തിങ്ങാനം വെക്കാം, 1 ഏക്കറിൽ ബനാത്തും കെട്ടാം, 1 ഏക്കറിൽ വൃദ്ധസദനവും കെട്ടാം, 1 ഏക്കറിൽ നമുക്ക് സംസ്ഥാന കമ്മിറ്റി ഉണ്ടാക്കാം, 1 ഏക്കറിൽ ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കാമെന്നും പറഞ്ഞ് 5 ഏക്കർ വീതിച്ചെടുത്താലേ നമ്മൾ മുൻഗാമികളായ മുഗൾ ചക്രവർത്തിമാരോട് കാണിക്കുന്ന വ്യക്തമായ അപരാധമാണ്. ഏറ്റവും നല്ല ഭരണാധികാരികളായിരുന്നില്ലേ ബാബറും ഔറംഗസീബും ഒക്കെ? ഈ ബാബർ ചക്രവർത്തി അന്ന് അക്രമം കാണിച്ചു എന്നല്ലേ അതിനർത്ഥം നമ്മൾ പറയുന്നത്? നമ്മളത് സമ്മതിച്ചിട്ട് വേണ്ട, നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞാൽ ബാബർ ചക്രവർത്തി അക്രമകാരിയായിരുന്നു. പിടിച്ചു പറിച്ച് ഒരു ക്ഷേത്രം നിന്നെടുത്ത് രാമൻ ജനിച്ച ഭൂമിയിൽ ബാബരി മസ്ജിദ് ഉണ്ടാക്കിയെന്നല്ലേ പിൻതലമുറ നാളെ വായിച്ചെടുക്കൂ. അതുകൊണ്ട് ചരിത്രത്തെ വ്യഭിചരിക്കരുത്. നമുക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അൽഹംദുലില്ലാ, കിട്ടിയാത്തതിന്റെ കലാപങ്ങൾ ഉണ്ടാവും, നമുക്കറിയാം. അപ്പോഴും സംയമനം പാലിക്കുന്നു. എന്തേ ഈ രാജ്യത്ത് സമാധാനം ആഗ്രഹിക്കുന്നവരാ മുസ്ലിം സമുദായം. അതിന്റെ ഒരുപാട് വ്യക്തമായ തെളിവുകളുണ്ട്. അതാണ് വിശുദ്ധമായ ഖുർആൻ നദീർ എന്ന് പറഞ്ഞത്. നബി മുന്നറിയിപ്പുകാരൻ മാത്രമാണ് എന്ന് പറഞ്ഞ ആർക്ക് നരകം കൊടുക്കുന്ന ജോലിയില്ല. ഇപ്പൊ ഞാൻ പറയുന്ന ഒരു സംഭവമായിട്ട് നിങ്ങൾ ഇതിനെ ഒന്ന് തട്ടിച്ചു നോക്കി, നിങ്ങൾക്ക് ആ വിഷയം മനസ്സിലാവും. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹിന്റെ ദിവസം വരിക, മദീനത്ത് നിന്ന് ഒന്ന് ഉത്തരവിട്ടാൽ എന്തിനും തയ്യാറായി ഒരു സമൂഹം കൂടെ ഉണ്ടാകുമ്പോൾ അവര് കടന്നു വന്നു. ആ സമയത്ത് ഞാൻ അവസാനിപ്പിക്കാം. ഓടി വരികയാണ്. മക്കം ഫതഹിന്റെ വിജയ ശ്രീലാളിതരായി അള്ളാഹുവിന്റെ പരിശുദ്ധ കഅബാലയം കീഴടക്കി ജയിച്ചടക്കിയിട്ട് മക്കം ഫതഹാക്കാൻ വേണ്ടി വരുമ്പോൾ സഅദ് ബിൻ ഉബാദ എന്ന് പറയുന്ന മദീനയിലെ നേതാവിന്റെ കയ്യിൽ കൊടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കൊടി പിടിച്ചിട്ട് മുമ്പേ നടക്കാൻ പറഞ്ഞു. റാലി നടത്തി, സന്തോഷത്തിന്റെ റാലി നടത്തി. അങ്ങനെ റാലി നടത്തി വരുമ്പോഴാണ് വഴിയിൽ വെച്ച് അബൂ സുഫിയാനെ കണ്ടു. അപ്പൊ അബൂ സുഫിയാൻ ബദർ യുദ്ധത്തിൽ വെച്ച് സഅദ് ബിൻ ഉബാദയെ നന്നായിട്ട് ഒന്ന് കിണ്ടിയ ആളാ. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ടു കിട്ടിയപ്പോ ഇപ്പൊ നമുക്ക് അധികാരം കിട്ടിയിരിക്കുകയാണല്ലോ, എന്ത് നമുക്ക് ആവാമല്ലോ, എല്ലാം നമ്മുടെ കയ്യിലാണല്ലോ. ചിലർ പറയും പോലെ സുപ്രീം കോടതി നമുക്ക്, ഹൈക്കോടതി നമുക്ക്, ഭൂരിപക്ഷം നമുക്ക്, അതുപോലെ തന്നെ ലോക്സഭ നമുക്ക്. നബിയേ, എന്റെ പേര് ഉമ്മു ഹക്കീമാണ്. അള്ളാന്റെ ഹബീബ എല്ലാവർക്കും മാപ്പ് കൊടുത്തല്ലോ. അബൂജഹലിന്റെ മകൻ ഇക്രിമയ്ക്ക് മാപ്പുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉണ്ട്. ഇന്ന് ഇക്രിമയ്ക്കും മാപ്പാണ്. എന്നാ നബിയെ, ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വരട്ടെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമ്മു ഹക്കീമേ, ഇപ്പൊ എവിടെയാണ് അബൂജഹലിന്റെ മോൻ ഇക്രിമ? യമനിലേക്ക് നാട് വിട്ടുപോകാൻ തിഹാമ കടപ്പുറത്ത് കപ്പൽ കാത്തു നിൽക്കുന്നു. നബിയെ, അങ്ങ് ഉപദ്രവിക്കും, അങ്ങയുടെ കുട്ടികൾ ഉപദ്രവിക്കുമെന്ന് പേടിച്ചിട്ട് പോയതാ. ഞാൻ മുസ്ലിമാണ്, എന്റെ ഭർത്താവ് മുസ്ലിം അല്ല, അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കണം ഹബീബെ എന്ന് പറഞ്ഞപ്പോ ഓടി ചെന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഓടി ഉമ്മു ഹക്കീം തിഹാമ കടപ്പുറത്തെത്തി. അപ്പൊ അവിടെ മറ്റൊരു സംഭവം നടക്കുകയാണ്. സഹോദരങ്ങളെ, കപ്പല് പോകാനെടുത്തപ്പോ യമനിലേക്ക് കപ്പല് കാറ്റും കോളം നിറഞ്ഞ വെള്ളത്തിന്റെ മുകളിലൂടെയുള്ള യാത്രയാണ്. കപ്പല് പോകാൻ ആരംഭിച്ചപ്പോ ക്യാപ്റ്റൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, വെള്ളത്തിന്റെ മുകളിലാണ് യാത്ര, കാറ്റും കോളം കണ്ടില്ലേ, അതുകൊണ്ട് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എല്ലാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞപ്പോ തിഹാമ കടപ്പുറത്തടിഞ്ഞ കപ്പലിൽ നിന്ന് കപ്പിത്താന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് ഇക്രിമ എഴുന്നേറ്റിട്ട് പറഞ്ഞു, എടാ കപ്പിത്താനെ, ഇത് പറയണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരണോ? ഇത് പറയാൻ പറ്റുമെങ്കിൽ ഞാൻ മക്കയിൽ നിന്നാ പോരെ? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മടിച്ചിട്ടല്ലേ ഞാൻ വന്നത്? ഇത് പറഞ്ഞാൽ എനിക്ക് അവിടത്തെ പ്രശ്നം തീരൂലേ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, മോനെ, അത് പറഞ്ഞില്ലെങ്കിൽ വണ്ടി വിടൂല. ആ സമയത്ത് കപ്പിത്താന്റെ മുമ്പിൽ നിന്ന് കപ്പലിൽ നിന്ന് എടുത്ത് ചാടി ഇക്രിമ. അപ്പോഴാണ് ഉമ്മു ഹക്കീം ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കുന്ന വഴി എങ്ങനാണ്? കപ്പലങ്ങ് വിട്ടിരുന്നെങ്കിൽ
പോണെങ്കിൽ പോട്ടെ, വെള്ളത്തിന്റെ മുകളിലല്ലേ, ഞാൻ അതൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നിഫാക്ക് കാണിച്ച് ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിനെ കപ്പൽ വിട്ടനെ, ഏതോ ഒരു ലോകത്ത് പോയി ചത്തുപോയേനെ. പക്ഷേ അല്ലാഹു ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചു. ആ മനുഷ്യന് പുറത്തിറങ്ങി ഭാര്യയുടെ കൈ പിടിച്ചു, സ്നേഹമാശ്ലേഷിച്ചു. ആ സമയത്ത് പറഞ്ഞു, പ്രിയപ്പെട്ടവനെ, ഹബീബ് വിളിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് മാപ്പ് തരുന്നു, പറ്റിക്കരുത്, ഒറ്റുകൊടുക്കരുത്. ഇല്ല, നിങ്ങൾ എന്റെ കൽബിന്റെ രാജാവാണ്, എന്റെ ഹൃദയത്തിന്റെ തുടിപ്പാണ്, എന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്, എന്റെ പ്രിയപ്പെട്ടവനല്ലേ, നിങ്ങൾ എന്റെ രാത്രിയെ ധന്യമാക്കിയവനല്ലേ, എന്റെ മാരടത്തിന്റെ സുഗന്ധമേറ്റു വാങ്ങിയവനല്ലേ, അതുകൊണ്ട് പോകാ, ഞാൻ ഒറ്റുകൊടുക്കൂല. വഴിയിൽ ഒന്ന് തങ്ങി. അന്ന് രാത്രി തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൈ പിടിച്ചു, തന്റെ ശരീരത്തിന്റെ ദാഹപൂർത്തീകരണത്തിന്. ആ സമയത്ത് ഉമ്മു ഹക്കീമ പറഞ്ഞു, നോനോ, പറ്റൂല, ഞാൻ മുസ്ലിമാണ്, നിങ്ങൾ മുശ്രിക്കാണ്, എന്റെ ശരീരത്തെ തൊടാൻ നിങ്ങൾക്ക് പറ്റൂലെന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് പറയുന്നു, എന്തോ അത്ഭുതമല്ലേ ഇത്, കാരണം ഒരു ഭർത്താവായ ഞാൻ എന്റെ ഭാര്യയായ നിന്റെ ശരീരത്തെ തൊടാൻ തടസ്സം നിൽക്കുന്ന ഇസ്ലാം വലിയ സംഭവം തന്നെയാണ്. ഇന്നിപ്പോ അങ്ങനാണോ? ദീനെന്ത്, അല്ല എന്ത്, നബി എന്ത്, തട്ടോ എന്ത്, നിസ്കാരത്തഴമ്പെന്ത്, ഒന്നുമില്ല, ഓടുകയാണ്. മുസ്ലിമത്തായ ഉമ്മു ഹക്കീം ശരീരത്തെ തൊടാൻ അനുവദിച്ചില്ല. അവസാനം പറഞ്ഞു, നമുക്ക് അവിടെ പോകാൻ തീരുമാനിക്കാം. തിരികെ വന്നിട്ട് അള്ളാന്റെ ഹബീബിനെ ജിബ്രീൽ എത്തിച്ചു കൊടുത്തു. ഇതാ വരുന്നു ഇക്രിമ. ഉടനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ, ഇക്രിമ വരികയാണ്. ഉമർ വാള് വലിച്ചൂരി. അലി റളിയല്ലാഹു അൻഹു ദുൽഫുഖാർ എടുത്തു, കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ഗഡ്ഗമിൽ ഇങ്ങനെ ഇരുന്ന് മിനുങ്ങുകയാണ്, തിളങ്ങുകയാണ്. ആ സമയത്ത് ഹബീബ് പറഞ്ഞു, വെക്ക് ഉമറേ, വെക്കലിയേ വാള്. അദ്ദേഹം വരുന്ന മുസ്ലിമായിട്ടാണ്. സുബ്ഹാനല്ലാഹ്. എങ്ങനെ അറിഞ്ഞു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം? അടുത്തെത്തിയിട്ട് ചോദിച്ചു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് നബി തങ്ങൾ പ്രത്യേക സഹാബത്തിനോട് പറഞ്ഞു, ഇക്രിമ വന്നാൽ അവന്റെ വാപ്പ അബൂജഹലിനെ ആരും ചീത്ത പറയല്ലേ, പോണത് പോട്ടെ. സ്നേഹത്തോടെ, സ്നേഹവസന്തത്തിന്റെ പ്രതീകത്തിന്റെ പ്രോജ്വല നാമമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങൾ പറഞ്ഞു, മുസ്ലിമായിട്ട് വരുന്നു. വന്നിട്ട് ചോദിച്ചു, എന്താ അങ്ങ് പറയുന്നത്? ഞാൻ പറയുന്നത് അള്ളാഹുവിനെ പറ്റിയാണ്. ഏകനാണവൻ, മനുഷ്യബുദ്ധിയെ പരസ്യമാകിട്ട് അവഹേളിക്കുന്ന ശിലാവിഗ്രഹങ്ങളുടെ മേലെ കൈകൂപ്പരുത്. ഞാൻ റസൂലാണ്, ഞാൻ മനുഷ്യനാണ്, അടിമയാണ്, റസൂലാണ്, ഹബീബാണ്, ഖലീലാണ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോ പിന്നെന്താ നിങ്ങൾ പറയുന്നത്? നിസ്കരിക്കണം, നോമ്പൊടിക്കണം, സക്കാത്ത് കൊടുക്കണം, പലിശ വാങ്ങരുത്, കള്ളു കുടിക്കരുത്. ആ കൈയൊന്ന് നീട്ടുവോ? ഇക്രിമ കൈ നീട്ടി. അള്ളാന്റെ ഹബീബിന്റെ റിസാലത്തിന്റെ 2 കൈ നീട്ടിക്കൊടുത്തു. അത് ചേർത്ത് പിടിച്ച് നെഞ്ചത്തേക്ക് വെച്ചിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, ഇസ്ലാമിലോട്ട് കടന്നു വന്നു. ഇന്നും എത്ര ഹദീസ് കാണാം. അൻ ഇക്രിമ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ എത്ര ഉണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. നബിതങ്ങൾ നരകം കൊടുക്കണമെങ്കിൽ ഇക്രിമയ്ക്ക് കൊടുക്കണം. അത്ര ഉപദ്രവിച്ചവനാണ്, അത്രയും ഒരുപാട് പീഡിപ്പിച്ചവനാണ്. ഇല്ല, മാപ്പ് കൊടുത്തു. അതാണ് ബാബരി മസ്ജിദിന്റെ വിധിയിൽ, സുപ്രീം കോടതിയുടെ, മഹാന്മാരായ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ മഹത്തായ വിധിയിൽ മുസ്ലിം സമുദായത്തിന് പറയാനുള്ളത്, ഞങ്ങൾ ക്ഷമിക്കുന്നു, ഞങ്ങൾ രാജ്യത്ത് സമാധാനം ആഗ്രഹിക്കുന്നു. ആ പള്ളി എന്ന് പറയുന്നത് തന്നെ സമാധാനത്തിന്റെ ഗേഹമാണ്. ആ സമാധാനത്തിന്റെ ഗേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ അടിപിടി കൂടുന്നത് ശരിയല്ല. അതുകൊണ്ടാണ്. പക്ഷെ നമുക്ക് കിട്ടിയേ പറ്റൂ, നീതി നടപ്പിലായേ പറ്റൂ. അതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും 5 ഏക്കറും വേണ്ട, 1/2 ഏക്കറും വേണ്ട. ആ പള്ളി നിന്ന സ്ഥലത്ത് അതുപോലത്തെ ഒരു പള്ളി വെച്ച് 2 പള്ളി വെക്കാൻ അനുവാദം തന്നാലും മതി. ഇവിടെ എത്ര പള്ളി വയ്ക്കുന്നത്? അറബികൾ എത്ര ഉള്ളത്? പാവപ്പെട്ട യൂസുഫലി എത്ര ക്ഷേത്രം വെച്ചുകൊടുക്കുന്നു? ഒരു യൂസുഫലി വിചാരിച്ച ബാബരി മസ്ജിദ് വയ്ക്കാൻ പറ്റൂലേ? എന്തിന്? എറണാകുളം ജില്ലയിലെ ഒരു വഴിയോര കച്ചവടക്കാരന്റെ അവന് കിട്ടുന്നതിൽ ഒരു നാണയം വെട്ടി ചെറിയ ടെന്നിലിട്ട് സൂക്ഷിച്ചാൽ ഒരു പള്ളി വെക്കാൻ കിട്ടൂലേ? അതിന് നിങ്ങൾ അനുവാദം തന്നാൽ മതി. നീതി നിങ്ങൾ നടപ്പിലാക്കുക. നമുക്ക് 5 ഏക്കറും വേണ്ട, ഒന്നും വേണ്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് മനസ്സിലാക്കി, അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കും.